നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കോച്ചിങ്ങിനൊന്നും പോവാതെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ടിപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ടിപ്പ്, അതായത് ഇല്യൂഷൻ ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് പറയുന്നത് സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് പറയുന്നത് നമ്മളൊരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാതെ മറ്റൊരാൾ ചെയ്തത് മനസ്സിലാക്കിയാൽ നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഉദാഹരണത്തിന്, നമ്മളൊരു പുഴവക്കിൽ പോയി ഇരുന്നിട്ട് അവിടെ ഒരാൾ നീന്തുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ കൈയിട്ടടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നീന്താൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം നമുക്ക് നീന്താൻ കഴിയുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ നീന്തി തന്നെ പരിശീലിക്കണം. അതുപോലെ നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് അത് മനസ്സിലാക്കുന്നതിന് പകരം സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഇല്യൂഷൻ ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ബീറ്റ് ചെയ്യേണ്ടത്.